ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സങ്കടത്തോടെയും ടെൻഷനോടെയും തയ്യൽ കടയിലിരിക്കുകയായിരുന്ന വിനീതിനെ നിവിനും കൂട്ടരും ചേർന്ന് ആശ്വസിപ്പിക്കുകയാ. നിവിൻ വിനീതിനോടായി പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ നിനക്ക് ഇടപെടാവുന്നതിൻ്റെ പരമാവധി നീ ഇടപെട്ടു. അമ്മാവും മരിച്ച ശേഷം ഒരു കുടുംബനാഥനെ പോലെ ആ വീടിന് നീ താങ്ങും തണലുമായി നിന്നു. തല ചായ്ക്കാൻ ഇടമില്ലാതിരുന്നപ്പോൾ നിന്റെ വീട്ടിൽ യുദ്ധം നടത്തിയിട്ടാണെങ്കിലും നീ അവിടെ ഒരിടം വാങ്ങിക്കൊടുത്തു. അവരവിടെ നിന്ന് പോകുന്നതുവരെ നീ അവരെ പൊതിഞ്ഞു പിടിച്ചു. ഇപ്പോൾ അവരുടെ കാലുറച്ചു കഴിഞ്ഞപ്പോൾ അവർ നിന്നോട് പറയുക, ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ വരരുതെന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരണമെന്ന്. എടാ, പിന്നെയും അവിടെ കടിച്ചു തൂങ്ങി കിടക്കാന്ന് പറഞ്ഞ നമുക്കും ആത്മാഭിമാനം വേണ്ട അളിയാ എന്നവൻ ചോദിക്കേ, ശരിയാ, ഞാനത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് വിനീത് പറയുമ്പോഴേക്കും ജയപാലന്റെ കാർ അവന്റെ കടയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. ഹോണിന്റെ ശബ്ദം കേട്ട് ജയപാലന്റെ വണ്ടിയല്ലേ അത് എന്ന് ബേബിച്ചേട്ടൻ ചോദിക്കേ, അതേലോ എന്ന് നിവിനും. നിശ്ചയത്തിനുള്ള പോക്കാ, അയാളല്ലേ മുഖ്യ സംഘാടകൻ, അയാൾ വരികയെ പോവുകയെ ചെയ്യട്ടെ, പബ്ലിക് റോഡാ, അങ്ങനെ പലരും വരികയും പോവുകയൊക്കെ ചെയ്യും, നീ നിന്റെ പണി ചെയ്യാൻ നോക്കുന്ന ഇക്കയും പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയപാലൻ വണ്ടിയിൽ നിന്നിറങ്ങി കടയിലേക്ക് നോക്കുമ്പോഴേക്കും ഇയാളെന്താ ഇവിടെ ഇറങ്ങിയത് എന്ന് ബേബിച്ചേട്ടന് ചോദിക്കുന്നുണ്ട്. കടയിലേക്ക് നോക്കി, ഡാ ഇങ്ങു വായെന്ന് ജയപാലൻ വിളിക്കേ. നിവിൻ അങ്ങോട്ട് പോവാനായി തുടങ്ങുന്നേരം, ഡാ നിന്നെയല്ല അവനെ, വിനീതിനെയാ, അവനോട് ഇങ്ങിറങ്ങി വരാൻ പറ എന്ന് ജയപാലനും. വിനീത് പോവാൻ തുടങ്ങുന്നേരം നിവിൻ തടഞ്ഞ്, നീ എങ്ങോട്ടാ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് കയറി വരട്ടെ എന്ന് പറഞ്ഞു നിർത്തേ. ഡേയ്, നിന്നോട് ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞ് എന്ന് ജയപാലനും വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ ബേബിച്ചേട്ടനും ദേഷ്യത്തോടെ ഓരോന്ന് വിളിച്ചു പറയുന്നേരം നിവിനെ കണ്ട്, അയ്യോ സോറി മോനെ, നിന്റെ അമ്മാവനാണെന്ന് മറന്നുപോയി എന്ന് പറയേ. സാരമില്ലേട്ടാ, കുറച്ചു നാളായി, ആരെങ്കിലും അയാൾക്കിട്ട് 2 പൊട്ടിച്ചെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കുകയാ എന്ന് നിവിനും പറയുന്നുണ്ട്. ഡാ, നിശ്ചയത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ ഗംഗയുടെ, നീ ഉഴപ്പല്ലേ, ഇങ്ങോട്ട് ഇറങ്ങി വായെന്ന് ജയപാലൻ വീണ്ടും വിളിക്കുക. അതുകൾക്ക് നിവിനും ബേബിച്ചേട്ടനും എല്ലാം തടയുന്നുണ്ടെങ്കിലും വിനീത് താഴോട്ട് ഇറങ്ങി പോവുകയാ. അതിനിടയ്ക്ക് ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് പ്രവീണയും വിളിച്ച് പറയുന്നുണ്ട്, ഏയ് അധിക നേരം ഇവിടെ നിർത്തിയില്ലല്ലേ, ചൂടടിച്ച എൻ്റെ മേക്കപ്പ് ഇളകുമെന്ന്. വിനീത് അങ്ങോട്ട് എത്തുമ്പോഴേക്കും നീ തിരക്കിലാണോ എന്ന് ജയപാലൻ ചോദിക്കുക. അല്ലെന്ന് വിനീത് പറയേ, എനിക്ക് നിന്നെ കൊണ്ട് ഒരാവശ്യമുണ്ടായിരുന്നേ, എനിക്കല്ല ഗംഗയ്ക്കാ എന്ന് പറഞ്ഞ് വിനീതിനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞേ. എടാ, ഇത് എനിക്കും ശാരദയ്ക്കും വേണ്ടി നീ ചെയ്യണ്ട, നീ ഗംഗയെ മാത്രം കരുതിയാൽ മതി, അപ്പോൾ പോട്ടെ മോനെ എന്ന് പറഞ്ഞ് ജയപാലൻ കാറിലേക്ക് കയറി ഇരിക്കുമ്പോഴേക്കും, എന്തിനാ അവനോട് പറയാൻ പോയത്, നിവിൻ മോൻ അവിടെ നിൽക്കുമല്ലേ എന്ന് പ്രവീണയും ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് പ്രവീണ എന്ന് പറഞ്ഞ് ജയപാലനും കാർ എടുക്കുകയാ. ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കുന്ന വിനീതിനെ കണ്ട്, ഇവൻ എന്താ മോളിലേക്ക് വരാത്തെന്ന് ഇക്ക ചോദിക്കുന്നുണ്ട്. വരുമ്പോ വരട്ടെ എന്ന് ബേബി ചേട്ടനും. അവിടെ നിശ്ചയത്തിനു റെഡിയായി സങ്കടത്തോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽപ്പാ ഗംഗ. യമുന അങ്ങോട്ട് വന്ന്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ നിശ്ചയം എത്ര ഗംഭീരമായിരുന്നു അല്ല ഗംഗേച്ചി. അന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ, പുഷ്പവാടി മുഴുവൻ കേൾക്കുന്ന വിധത്തിൽ പാട്ടൊക്കെ വെച്ച് ലൈറ്റും ബഹളവും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ഓടി നടക്കാനും മേൽനോട്ടത്തിനുമൊക്കെയായി അച്ഛനുണ്ടായിരുന്നു എന്നവൾ പറയുന്നതിൽക്ക് ഗംഗയുടെ കണ്ണുകളും സങ്കടത്തോടെ നിറയുന്നുണ്ട്. അങ്ങോട്ട് വന്ന കാവേരിയും പറഞ്ഞു പറഞ്ഞ് ഗംഗേച്ചിയെ കൊണ്ട് കരയിപ്പിക്കണോ ഇനി എന്ന് ചോദിച്ച് ഗംഗേച്ചിയെ തനിക്ക് അഭിമുഖമായി നിർത്തി, ഗംഗേച്ചി കരഞ്ഞ് കൺമഷിയൊന്നും കളയണ്ടട്ടോ എന്ന് പറഞ്ഞ് അവളുടെ കണ്ണീർ തുടക്കെ, എനിക്ക് ഈ കല്യാണം നിശ്ചയമൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെന്താ കൺമഷി പോയാല് എന്ന് ഗംഗയും. കല്യാണം ഇഷ്ടമല്ല എന്നുള്ളത് സത്യ, പക്ഷേ എന്റെ ഗംഗേച്ചി എപ്പോഴും സുന്ദരിയായിട്ടിരിക്കണം, കൺമഷി പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഗംഗേച്ചിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന് ഒരു ധ്വനിയുണ്ടല്ലോ എന്ന് കവരി ചോദിക്കെ. ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഗംഗയും. എങ്കിൽ ധൈര്യമായിട്ട് പോര്, നമുക്ക് ഒളിച്ചോടാമെന്ന് കാവേരിയും. നമ്മൾ രണ്ടാളോ എന്ന് ചിരിയോടെ ഗംഗ ചോദിക്കേ. അതിനെന്താന്ന് കാവേരിയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് യമുന ചോദിക്കേ. നീയും പോര് എന്ന് കാവേരി പറയുന്നതുകൾക്ക് സംശയത്തോടെ ആലോചനയോടെ നിന്ന്, അല്ല നിളയുടെ കാര്യമോ എന്ന് യമുന ചോദിക്കുന്നുണ്ട്. അവളും പോന്നോട്ടെ എന്ന് കാവേരി പറയേ. അപ്പൊ പിന്നെ നമ്മുടെ അമ്മ ഒറ്റയ്ക്കാവില്ലേ ഗംഗേച്ചി എന്ന് യമുന ചോദിക്കുന്നുണ്ട്. അമ്മ ഇവിടെ നിന്നോട്ടെ, അമ്മയ്ക്ക് കുട്ടിനെ ജയപാലേട്ടൻ ഉണ്ടല്ലോ എന്ന് കാവേരി പറയുമ്പോഴേക്കും ശാരദയും അങ്ങോട്ട് കയറി വരികയാ. അവർ ഗംഗയുടെ അടുത്തേക്ക് വന്ന് അവളോടായി, അയ്യോ ഈ സാരിയെ കിട്ടിയുള്ളൂ മോളെ ഉടുക്കാൻ എന്ന് ചോദിക്കേ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ലോകത്ത് ഇത്രയും ചെറുക്കന്മാരുണ്ടായിട്ടും ഗംഗേച്ചിക്ക് ഈ ചെറുക്കനെ മാത്രമേ കിട്ടിയുള്ളൂ എന്നൊക്കെ ചോദിക്കേണ്ടി വരുമെന്ന് കാവേരി. ശാരദയും സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, എന്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കണം, ഈ കുടുംബം രക്ഷപ്പെടണം, അത്ര മാത്രമേ അമ്മയുടെ ചിന്തയിലുള്ളൂ, എന്റെ മക്കള് വയറ് നിറച്ച് കഴിക്കണം, സുഖവും സമാധാനവുമായി ജീവിക്കണം, അന്നും ഇന്നും അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ, നേരത്തെ ചെയ്തു കൂട്ടിയതൊക്കെ പിടിപ്പ് കേടാ, ചിലപ്പോ ഇതും അങ്ങനെ തന്നെ വരും, നിങ്ങളുടെ അത്രയും പഠിപ്പും വിവരവും ഒന്നും അമ്മയ്ക്കില്ലല്ലോ, അന്ന് അമ്മയ്ക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്തു, കാരണം അമ്മയ്ക്കത് ചെയ്തേ പറ്റൂ,
അച്ഛന് പകരം പോയത് അമ്മയായിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ആർക്കും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞ സങ്കടത്തോടെ ആ റൂമിൽ നിന്നിറങ്ങി പോവുകയാ ശാരദയും. ഗംഗയും പറയുന്നുണ്ട്, എന്ത് പാവാന്ന് കണ്ടില്ലേ അമ്മ, നോക്ക്, നിശ്ചയം കഴിയുന്നവരെ നീ വാ തുറന്നാലുണ്ടല്ലോ അപ്പൊ നീ അറിയും വിവരമെന്ന് കാവേരിയോടായി പറയുകയാ. അപ്പോഴും തയ്യൽക്കടയിലെ താഴെ ബൈക്കിലിരിക്കുകയാണ് വിനീത്. മുകളിൽ നിൽക്കായിരുന്ന ബേബി ചേട്ടൻ നിവിനോടായി പറയുന്നുണ്ട്, അതെ, ജയപാലൻ എന്തോ പറഞ്ഞിട്ട് ആ പയ്യന്റെ കിളി പോയെന്നാ തോന്നുന്നത്. എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവണം. മനസ്സ് കൈവിട്ടു പോയ മനുഷ്യന്മാരെ എന്താ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഗംഗയുടെ പയ്യന്റെ കാർ അതുവഴി വരികയാ. വിനീത് പെട്ടെന്ന് എഴുന്നേറ്റ് ആ കാർ കൈ കാണിച്ചു നിർത്തേ, ഇവൻ എന്താ ഈ കാണിക്കുന്നത് എന്ന് ബേബി ചേട്ടനും ചോദിക്കുന്നുണ്ട്. കാറിലുള്ളവരും വിനീതിനെ കണ്ട് ഗ്ലാസ് താഴ്ത്തുമ്പോഴേക്കും, അരവിന്ദൻ അമ്മാവന്റെ മകളുടെ നിശ്ചയത്തിന് വന്നവരല്ലേ നിങ്ങള് എന്ന് വിനീത് ചോദിക്കേ, അറിഞ്ഞിട്ടെന്തിനാ എന്ന് പയ്യന്റെ അമ്മയും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാൻ പറഞ്ഞു എന്ന് വിനീത് പറയേ. ആര് എന്ന് അവന്റെ അമ്മയും ചോദിക്കുക. ജയപാലൻ അങ്കിള് എന്ന് വിനീത് പറയേ. അന്ന് പെണ്ണ് കാണാൻ വന്ന സമയത്ത് വിനീതിനെ കുറിച്ച് താൻ ജയപാലനോട് ചോദിച്ച കാര്യം അവർ ഓർത്തെടുക്കുകയാ. ആരാ അതെന്ന് പയ്യന്റെ അമ്മ ചോദിക്കേ, അതൊരു അകന്ന ബന്ധത്തിലുള്ളതാ. എല്ലാ വീട്ടുകാർക്കും ഒരു സഹായിയാ, വലിയ പഠിപ്പൊന്നും ഇല്ലെന്നേ, ഈ പുറംപണിയൊക്കെ ചെയ്താ ജീവിക്കുന്നത് എന്ന് ജയപാലൻ പറഞ്ഞു തോർക്കുകയാ അവരും. മുകളിൽ നിന്ന് ബേബിച്ചേട്ടനും നിവിനോടായി പറയുന്നുണ്ട്, ആൾക്കാരെ വലിയ പിടി കിട്ടുന്നില്ലല്ലോ, പുറം പാർട്ടിക്കാരാണെന്നാ തോന്നുന്നത്. അതുകൾക്ക് ഇക്കായും ചോദിക്കുന്നുണ്ട്, ഇനി ചെറുക്കരും കൂട്ടരും മറ്റും ആണോ? അപ്പോഴേക്കും പയ്യന്റെ അമ്മ വിനീതിനോട് കാറിലേക്ക് കയറാനായി പറയുകയാ. കാറിലേക്ക് കയറുന്ന വിനീതിനെയും കൊണ്ട് അവർ കാറൊടിച്ചു പോവുകയാ. അത് കണ്ട് നിവിനും പെട്ടെന്ന് തന്റെ വണ്ടിയും എടുത്ത് അവരുടെ പുറകെ പോകുന്നുണ്ട്. യാത്രക്കിടയിൽ കാറോടിച്ചിരുന്ന പയ്യനും, അമ്മ, നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയേ. സാരമില്ലടാ, നീ എന്തു വേണേലും പറഞ്ഞോ, ഒരു 50 പൈസ കുറവുള്ള ആളെന്നാ ജയപാലൻ പറഞ്ഞത് എന്ന് അവന്റെ അമ്മയും പറയുന്നു. അല്ലേ മോനെ എന്നവർ വിനീതനോടായി ചോദിക്കേ. അതെ അതെ എന്ന് വിനീതും. അതുകൾക്ക് കാറിലുള്ളവരെല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. കടലിൽ നിൽക്കുന്ന ബേബിച്ചേട്ടനും ഇക്കയോടായി പറയുന്നുണ്ട്, എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി സലീമേ, ജനാർദ്ദനന്റെ വെട്ടിരുമ്പ് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം മായാണെന്ന്. അപ്പോഴേക്കും ജയപാലനും പ്രവീണയും സ്നേഹതീരത്തെത്തിയിരുന്നു. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ പ്രവീണയും പറയുന്നുണ്ട്, കണ്ടില്ലേ, നമ്മൾ ഇത്തിരി നേരത്തെയാണെന്ന് തോന്നുന്നു, ആൾക്കാരൊന്നും വന്നില്ലല്ലോ എന്ന്. നമ്മളല്ലടി നേരത്തെ വരേണ്ടത്, നമ്മൾ വിരുന്നുകാരൊന്നും അല്ലല്ലോ. അരവിന്ദന്റെ മോളെ നിശ്ചയമല്ലേ നടക്കാൻ പോകുന്നത്, നീ അങ്ങോട്ട് കയറ് എന്ന് പറഞ്ഞ് പ്രവീണയും കൂട്ടിക്കൊണ്ട് നടന്നു വരികയാ ജയപാലനും. അവരെ കണ്ട് ശാരദയും യമുനയും കാവേരിയും എല്ലാം സിറ്റൗട്ടിൽ തന്നെ നിൽപ്പാ. വാ ജയപാലട്ടാ എന്ന് ശാരദ സന്തോഷത്തോടെ വിളിക്കേ. എത്ര കാലമായി ശാരദയെ കണ്ടിട്ടെന്ന് പറഞ്ഞ് പ്രവീണ ശാരദയെ ചേർത്ത് പിടിക്കുകയാ. എല്ലാ ദിവസവും തിരക്കല്ലേ, ഞാൻ വിചാരിക്കും ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന്. അപ്പൊ വിചാരിക്കും ഫോൺ എടുത്ത് കാര്യങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചാ പോരെ, ഞാൻ എന്തിനാ വെറുതെ എന്റെ മുട്ടുവേദനയും വെച്ച് അവിടം വരെ നടക്കണേ എന്ന് ശാരദ ചോദിക്കേ. ഫോണോ എല്ലായിടത്തും കുഴപ്പം എന്ന് പ്രവീണ പറയുമ്പോഴേക്കും വിശാൽ ഇവിടെ വന്നില്ലേ എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. യമുനയും ആകാംക്ഷയോടെ വിശാലിനെ തിരയുകയാ. അവന് കൂട്ടുകാരുമൊത്ത് ട്രിപ്പോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. ട്രക്കിങ്ങിലൊക്കെയാ ഇപ്പോ ഏതോ കടൽ തീര പ്രദേശ പോട്ടെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ സമ്മതിച്ചു. ക്യാമറ ഒക്കെ ആയിട്ട് പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമാ, പെട്ടെന്ന് ഒഴിയാൻ പറ്റില്ലത്രേ എന്ന് പ്രവീണ പറയുന്നത് കേൾക്കെ യമുനയും വല്ലാതാവുകയാ. സാരല്ല, നിശ്ചയത്തിന്റെ കാര്യം പെട്ടെന്നല്ലേ തീരുമാനിച്ചത്, പക്ഷേ കല്യാണത്തിന് അങ്ങനെ വെറുതെ വിടില്ലട്ടോ. അവന് മാത്രമല്ല രാഗിണിയെയും എവിടെയാണെങ്കിലും വിമാനത്തിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണം എന്ന് ശാരദ പറയേ. സംശയം എന്താ? അല്ല, ഗംഗ എവിടെയെന്ന് പ്രവീണ ചോദിക്കുന്നുണ്ട്. ഗംഗ അകത്തുണ്ടെന്ന് ശാരദ പറയേ. ഗംഗ ഭാഗ്യവതി കേട്ടോ, നല്ല പയ്യനും കുടുംബവും ഒക്കെയാ എന്ന് പ്രവീണയും പറയുന്നുണ്ട്. അതുവരെ മിണ്ടാതെ നിൽക്കായിരുന്ന ജയപാലനും, എന്റെ പഴനിമന മുരുക, രക്ഷപ്പെട്ടു. എന്റെ ബന്ധുക്കളെ ആരെയും പറ്റി ഇന്നുവരെ നല്ലത് പറയാത്തവളാ. ഇത്രയും പറഞ്ഞെങ്കിൽ 100 അല്ല 200 മാർക്ക് കൊടുക്കാം ശാരദേ, അത് ഗ്യാരണ്ടിയാ എന്ന് ജയപാലൻ പറയേ. വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ശാരദ സന്തോഷത്തോടെ വിളിക്കുകയാ. കാവേരിയും ജയപാലനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കണ കണ്ട്, എന്താ കാവേരി അങ്കിളിനെ ഇങ്ങനെ നോക്കണേ എന്ന് പ്രവീണ ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്കിളിനെ ഒന്നുകൂടി കാണുകയായിരുന്നു ആന്റി. എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ച ആളാ ജയപാലൻ അങ്കിള്. ഒരിക്കൽ ഇറങ്ങിയ പുഴയിൽ നമുക്ക് വീണ്ടും ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയുന്നു കേട്ടിട്ടില്ലേ? അതുപോലെയാ അങ്കിളും. ഇന്നലെ കണ്ട അങ്കിളല്ല ഇന്ന് കണ്ട അങ്കിളല്ല നാളെ, അതുപോലെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് ഏതാ അവതാരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാവേരി പറയുന്നത് ഇഷ്ടമാവാതെ, കാവേരി നീ അകത്ത് പോ എന്ന് ശാരദയും പറയുന്നുണ്ട്. ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ട് നിൽക്കല്ലേ അമ്മേ, അത് തീർന്നിട്ടില്ല, നിങ്ങൾ അകത്ത് പോയെന്ന് കാവേരി ഒച്ച വയ്ക്കുമ്പോഴേക്കും ഒരു വണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കുകയാ. അത് ശ്രദ്ധിച്ച്, അല്ല ചെറുക്കനും കൂട്ടരുമാണെന്നാ തോന്നുന്നത്, ഇവിടെ എത്താറായിന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. അല്ല, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വിളിക്കണം, അത് അതിന്റെ ഒരു മര്യാദ എന്ന് ജയപാലൻ പറയേ. ജയപാലട്ടൻ കൂടി വാ എന്ന് ശാരദയും പറയുന്നുണ്ട്. പ്രവീണെ നീ അകത്തേക്ക് ചെന്ന് അവർക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്ക് എന്ന് പ്രവീണയെ അകത്തേക്ക് പറഞ്ഞു വിട്ട് ശാരദയും കൂട്ടിക്കൊണ്ട് പോവുകയാ ജയപാലൻ. ദേഷ്യം കടിച്ചമർത്തി സീറ്റൗട്ടിൽ തന്നെ നിൽപ്പാ കാവേരിയും. ചെറുക്കന്റെയും കൂട്ടരുടെയും കൂടെ വിനീതിനെയും കണ്ട്
വിനീതും ഉണ്ടല്ലോ എന്ന് ശാരദ ചോദിക്കേ. കുഴപ്പമില്ല ശാരദേ, ഞാൻ തന്നെയാ ചെറുക്കം കൂട്ടരെ കൂട്ടിക്കൊണ്ടുവരാൻ അവനെ പറഞ്ഞയച്ചതേ എന്ന് ജയബാലേട്ടൻ പറയുന്നത് കേൾക്കെ. അല്ല, വിനീതിനെ പറഞ്ഞു വിൽക്കണമെന്ന് ജയബാലേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് എന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. അത് ശരി തന്നെയാ, പിന്നെ ആലോചിച്ചപ്പോഴേ അതല്ല വേണ്ടതെന്ന് തോന്നി. ഇത്രയും കാലം എല്ലാ കാര്യത്തിനും ഇവിടെ സഹായിച്ചു നിന്നവനെ ഈ കല്യാണത്തിന് കണ്ടില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? ഇവന്റെ കൂടി പിന്തുണയില്ല ഈ കാര്യങ്ങൾ നടന്നതെന്ന് അവർക്ക് കൂടി തോന്നണമല്ലോ. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തന്നെ സുജാത സ്ത്രീധനം ചോദിച്ച് ആർത്തി കാണിച്ചു എന്ന് പറഞ്ഞ അത് മാറിക്കോളും. പിന്നെ നമ്മുടെ ഗംഗയെ പറ്റി എന്തെങ്കിലും അപഖ്യാതി പറഞ്ഞ അത് ഇവനെ ചേർത്തേ ആവൂ. ഇത് ചെറുക്കൻ കൂട്ടരുടെ കാതിലും എത്തി നിൽക്കുവേ. അപ്പോ ഒരു സംശയവും തോന്നരുത്. അതുകൊണ്ട് ഒരു മണ്ടനായിട്ട് ആദ്യം തന്നെ ഇവന് ഞാനങ്ങ് പരിചയപ്പെടുത്തി. നമ്മുടെ ഒരു അടിയാളനും ആശ്രിതനുമാണെന്ന് തോന്നിക്കോട്ടെ. നീ ഇങ്ങോട്ട് വായെന്ന് പറഞ്ഞ് ജയബാലൻ ശാരദയെ വിളിച്ചോണ്ട് പോവുകയാണ്. അവരുടെ അടുത്തേക്ക് ചെല്ലേ. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ എന്ന് ശാരദ ചോദിക്കേ. അതെ, പിന്നെന്താ, ടൂറ് പോലെയല്ലേ ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ. ഞാൻ പറയുമായിരുന്നു കല്യാണം കഴിഞ്ഞ് നമ്മുടെ ചെറുക്കാൻ ഇവിടെ തന്നെയാവും താമസമെന്ന്. അവൻ ഈ പെണ്ണും നാടുമൊക്കെ പിടിച്ചുപോയി. അപ്പൊ ഇവരൊക്കെ പറയുക സിനിക്കുട്ടം മാത്രമല്ല ചേച്ചി, നമ്മൾക്കെല്ലാവർക്കും അവിടെ പോയി അങ്ങ് താമസിക്കാമെന്ന്. റിസോർട്ട് പണിതിട്ട അവധിക്കാല വസതിയുമാവും. മറ്റേ ഗസ്റ്റുകളുടെ കയ്യിൽ നിന്ന് വാടകയും വാങ്ങാം. ആലോചിച്ചപ്പോ എനിക്കും തോന്നി നല്ലൊരു ബിസിനസ് ആവുമല്ലോ എന്ന് പയ്യന്റെ അമ്മ പറയേ. മീൻപിടുത്തം നടത്തുന്ന ആളെ കൊണ്ട് ഇതൊക്കെ കൂട്ടിയാ കൂടോ എന്ന് ജയബാലൻ ചോദിക്കുന്നുണ്ട്. അതിനല്ലേ ജയബാല നീ ഇവിടെ ഉള്ളത് എന്ന് പയ്യന്റെ അമ്മ ചോദിക്കേ. ആ എന്നാ പിന്നെ കുഴപ്പമില്ലെന്ന് ജയബാലനും. എന്നിട്ട് ടെൻഷനോട് നിൽക്കുന്ന വിനീതിനെ നോക്കി. എടാ നീ എന്താ വായ നോക്കി നിൽക്കുന്നേ? എടാ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയടാ, അവര് വിളിച്ചോണ്ടിരുത്തി എന്തെങ്കിലും വെള്ളമൊക്കെ കൊടുക്ക് എന്ന് പറയുമ്പോഴേക്കും നിവിനും അങ്ങോട്ടെത്തുകയാ. അവനെ കണ്ട് വിനീത് അങ്ങോട്ട് പോകുമ്പോഴേക്കും ജയപാലനും പറയുന്നുണ്ട്, ഒരു മണ്ടനാ, ഓരോന്നും പറഞ്ഞു ചെയ്യിക്കണം. പിന്നെ ഗുണമെന്താന്ന് വെച്ചാലേ പണത്തിനോട് വലിയ ആർത്തിയില്ലെന്ന്, അത് ചോദിക്കാനും വേണമല്ലോ ഒരു ബുദ്ധി എന്ന് കൂട്ടത്തിൽ ഒരാളും പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് സങ്കടത്തോടെ നിൽപ്പാൻ വിനീതും. അല്ല അകത്തോട്ടിരിക്കാം ശാരദേ, അവർ വിളിച്ചോണ്ട് വായെന്ന് പറഞ്ഞ് ജയപാലൻ നടന്നു നീങ്ങേ. പയ്യനും കൂട്ടരും ജയപാലന്റെ പുറകെ പോവുകയാ. നീവിൻ വിനീതിന്റെ അടുത്തേക്ക് വന്ന്, എടാ നാണമില്ലടാ നിനക്ക്, നീ ഒരു അക്ഷരം പറയണ്ട, വണ്ടി കയറ് എന്ന് പറയേ. ടെൻഷനോടെ നിൽക്കുന്ന വിനീതിനെ കണ്ട്, എടാ നിന്നോട് പറഞ്ഞത് വണ്ടി കയറാൻ എന്ന് നിവിനും. എടാ ഗംഗയെ ഒന്ന് കണ്ടിട്ട് എന്ന് ടെൻഷനോടെ വിനീത് പറയേ. ഗംഗയെ കാണാനോ? എന്റെ പൊന്നു ബ്രോ, കാണ്ടാമൃഗം നമിക്കുമല്ലോ നിന്റെ തൊലിക്കട്ടിയുടെ മുന്നില് എന്ന് നിവിനും പറയുന്നുണ്ട്. എടാ ഇന്ന് അവളുടെ കല്യാണ നിശ്ചയമല്ലേ, അമ്മായി പ്രസവിച്ച് എന്റെ കയ്യിലേക്ക് തന്ന കുഞ്ഞാ എന്നവൻ പറയേ. അതേ അമ്മായിയല്ലേ നിന്നോട് ഈ വീട്ടുവളപ്പിലേക്ക് കാല് കുത്തി പോകരുതെന്ന് പറഞ്ഞത്? എടാ നിന്റെ കയ്യിലേക്ക് പ്രസവിച്ചു തന്ന കുഞ്ഞിന്റെ നന്മയും ഭാവിയും വിചാരിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ആണുങ്ങളുടെ മൊത്തം വില കളയാതെ വന്ന് വണ്ടി കയറടാ, എടാ വരാൻ എന്ന് പറഞ്ഞ നിവിനവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ തുടങ്ങുന്നേരം വിനീതേ എന്ന് ശാരദയും വിളിക്കുന്നുണ്ട്. അവനെ കണ്ട് വിനീത് തിരിഞ്ഞു നോക്കേ. മോനെ ഒന്നിങ്ങോട്ട് വരാമോ എന്ന് ശാരദ ചോദിക്കുന്നുണ്ട്. വിനീത് അങ്ങോട്ട് ചെന്ന്, അമ്മായി അമ്മായി എന്നോട് ക്ഷമിക്കണം, ജയപാലനങ്ങൾ പറഞ്ഞോണ്ടാ ഞാൻ അവരെയും കൂട്ടി വന്നത്. അമ്മായി പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോവുക, നിൽക്കുന്നില്ല എന്ന് പറഞ്ഞവൻ നിവിനെ നോക്കേ. വാടാ എന്ന് നിവിനും വിളിക്കുന്നുണ്ട്. അത് സമ്മതിച്ച് വിനീത് അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും വീണ്ടും ശാരദ മോനെ എന്ന് വിളിക്കുക. ആ വിളികൾക്ക് സന്തോഷത്തോടെ അവൻ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് ചെന്ന്, അല്ലെങ്കിൽ ഞാൻ അമ്മായിയോട് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, അവരൊക്കെ എന്നെ കണ്ടുപോയില്ലേ, അപ്പോ എല്ലാം കഴിയുന്നവരെ ഞാൻ ഇവിടെ നിന്നോട്ടെ? അല്ല ആൾക്കാരൊക്കെ വരുന്നതല്ലേ, ബെഞ്ചും ഡെസ്കും പിടിച്ചിടാനും എല്ലാത്തിനും ആള് വേണം, അക്കൂട്ടത്തിൽ ഒരാളായി എന്ന് വിനീത് ചോദിക്കെ. ശാരദ സങ്കടത്തോടെ കരയുകയാണ്. ബന്ധുവാണെന്ന് പറയണ്ട, ജയപാലനങ്ങൾ പറഞ്ഞതുപോലെ ഒരു പൊട്ടനോ കൂലിപ്പണിക്കാരനോ അങ്ങനെ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ മതി എന്നവൻ പറയുന്നത് കേൾക്ക് ശാരദയും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു കോണിലിരുന്ന് ഒരില്ല ചോറുണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം അമ്മായി. ഗംഗയുടെ കല്യാണ നിശ്ചയവും വിവാഹവും ഒക്കെ എന്റെ വലിയ സ്വപ്നങ്ങളായിരുന്നു അമ്മായി, അതുകൊണ്ടാ എന്ന് വിനീത് സങ്കടത്തോടെ പറയേ. ശാരദയും കൈകുപ്പി കരഞ്ഞുകൊണ്ട് അത് സമ്മതിക്കുക. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ പ്രായശ്ചിത്തം ചെയ്യാ മോനെ എന്നവർ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി ചോദിക്കെ. വിനീതും അമ്മായിയെ സങ്കടത്തോടെ ചേർത്ത് പിടിക്കുക. സങ്കടത്തോടെ അമ്മായിയെ ചേർത്ത് പിടിച്ച് കരയുന്ന വിനീതിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വിനീതിനെ കണ്ട് ഗംഗേച്ചിയും കൊണ്ട് വിനീതേട്ടൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ എന്ന് നിള പറയുന്നതും, ചെറുക്കനെ പറഞ്ഞതിലും പ്രായം കൂടുതലാണെന്ന് അതിഥികളെല്ലാം പറയുന്നതും, വിവാഹ നിശ്ചയം നടത്താൻ ഒരുങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.